ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലി ഇമ്രാനിലെ 154 തുടങ്ങി 157 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ഉഹദ് യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ മനസ്സിലാക്കി വന്നത്. ഉഹദ് യുദ്ധത്തിന് ശേഷം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ് നമ്മൾക്ക് വന്നുപോയ തെറ്റുകളും കുറവുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ് അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്നൊക്കെ അള്ളാഹു തൊട്ട് മുമ്പത്തെ പേജിൽ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾ മലയുടെ മുകളിലേക്ക് ഓടിപ്പോയ സംഭവം നിങ്ങൾ ഓർക്കണില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെയും തിരിഞ്ഞു നോക്കാണ്ട് ഓടിപ്പോയതൊക്കെ ഓർക്കണില്ലേ എന്നാണ് അള്ളാഹു ലാസ്റ്റ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്കൊരു വിഷമം തന്നു അല്ലേ. യുദ്ധത്തിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ധാരാളം പരിക്കുകളൊക്കെ പറ്റി. നിങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ സ്വഹാബികൾ ഷഹീദായി. അങ്ങനെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായി. ഈ വിഷമങ്ങളൊക്കെ അള്ളാഹു തന്ന എന്തിനാണ്? ഏതൊരു ആപത്ത് വരുമ്പോഴും ക്ഷമയും സഹനവും കൈക്കൊള്ളാനായിട്ട് സത്യവിശ്വാസികളെ അള്ളാഹു പരിശീലിപ്പിക്കുകയാണ് അവിടെ ഉണ്ടായതല്ലേ. അപ്പോൾ ഇനി എന്ത് തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തന്നെ നഷ്ടം വന്നാലും മേലിൽ ഇവർ കൂടുതൽ വിഷമിക്കാതിരിക്കാനും വേദനിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ ഇവർക്ക് നൽകിയത് എന്ന് പറഞ്ഞു. ഇതിലൂടെ സത്യവിശ്വാസികളുടെ വിശ്വാസം ദൃഢമാവുകയും ചെയ്തു. പിന്നെ മനക്കരുത്ത്, മനസ്സിന് നല്ല ശക്തിയും കിട്ടുകയും ചെയ്തു. അതാണ് നമ്മൾ ലാസ്റ്റ് പേജിൽ പറഞ്ഞത്. ഇനി പറയാൻ പോണത്, ഇത്രയും വിഷമങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം അള്ളാഹു അവർക്കൊരു ഉറക്കം നൽകിയെന്നാണ്. നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഉറങ്ങാൻ പറ്റൂല അല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ആ ഒരു സമയത്ത് ഉള്ള ഒരു ഉറക്കം. അപ്പോൾ അള്ളാഹു അവർക്കൊരു ഉറക്കം ഇട്ടുകൊടുത്തു. സ്വഹാബികളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾക്കാണ് ആ ഒരു ഉറക്കം കിട്ടിയത്. പക്ഷേ മറ്റൊരു വിഭാഗത്തിനാകട്ടെ അവർ ഭയങ്കര അസ്വസ്ഥരായിരുന്നു. കാരണം അവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കണ്ടായുള്ളൂ. ദീനിനെ കുറിച്ചിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചോ യുദ്ധത്തിനെ കുറിച്ചൊന്നല്ല അവരുടെ ചിന്ത. അവർക്കുണ്ടായ നഷ്ടം, അവരുടെ ശരീരത്തിനേറ്റ മുറിവുകളും അവരുടെ ഭാര്യ, മക്കള്, കുടുംബം, ഇതിനെക്കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്ത ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു വിഭാഗം ആളുകൾക്ക് ഈ ഉറക്കമൊന്നും കിട്ടിയില്ല, ഭയങ്കര അസ്വസ്ഥരായിരുന്നു. അവർ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഒക്കെ വേണ്ടാത്ത പല വിചാരങ്ങളും അവർ വിചാരിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നെ. അവരുടെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്തൊക്കെയാണെന്ന് അള്ളാഹു ഇതിൽ കൂടെ നമുക്ക് പറഞ്ഞു തരാണ്. ആയത്ത് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم. അതാണ് ആദ്യത്തെ ഭാഗം. സുമ്മ എന്ന് വെച്ചാൽ പിന്നീട്, അൻസല ഇറക്കി, അലൈക്കും നിങ്ങളുടെ മേൽ, മിംബാദിൽ ഗൊമ്മ നമ്മൾ പറഞ്ഞു ദുഃഖം അല്ലെ. ദുഃഖത്തിന് ശേഷം നിങ്ങളുടെ മേൽ ഇറക്കി എന്താണ്? അമനത്തൻ, ഒരു നിർഭയത. അവര് മനസ്സിനൊക്കെ ഒരു സമാധാനം കൊടുത്തു അള്ളാഹു. നുആസ് എന്ന് വെച്ചാൽ ഒരു മയക്കം. അതായത് ഡീപ്പായിട്ടുള്ളൊരു ഉറക്കവും അല്ല, എന്നാൽ വെറുതെ ഉറക്കം തൂങ്ങലും അല്ല. നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വണ്ടിയൊക്കെ സൈഡാക്കി ഒരു കുറച്ച് നേരം ഉറങ്ങും അല്ലെ. ഒരു 10-15 മിനിറ്റ് ഉറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉഷാറുണ്ടാവും. ആ ഒരു ഉറക്കത്തിനാണ് നുആസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉറക്കം അള്ളാഹു തന്നു. യഗ്ഷ എന്ന് വെച്ചാൽ ഖഷിയ എന്ന് വെച്ചാൽ മൂടുക എന്നാണ് അല്ലേ. അത് മൂടി ആരെ? ത്വാഇഫത്തൻ, ഒരു വിഭാഗത്തെ, മിൻകും നിങ്ങളിൽ നിന്നുള്ള. അപ്പം നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു ഒരു നിദ്രാമയക്കം കൊണ്ട് മൂടി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായി? നിങ്ങൾക്കൊരു നിർഭയത ലഭിച്ചു ഈ ഒരു വിഷമത്തിനൊക്കെ ശേഷം. ത്വാഇഫത്തുൻ, ഒരു വിഭാഗം, കത് തീർച്ചയായും, അഹമ്മത്തും, അഹമ്മന്ന് വെച്ചാൽ അസ്വസ്ഥരാക്കുക എന്നാണ് അർത്ഥം. അതായത് നമുക്ക് വേറൊന്നിനെയും കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥരാവുക, അതാണ് ഹമ്മ്. അപ്പൊ അഹമ്മത്സും, അവരെ അസ്വസ്ഥരാക്കി, അംഫുസുഹും, അവരുടെ സ്വന്തം ദേഹങ്ങളെ കുറിച്ച്. അവർക്ക് ആ സമയത്ത് ദീനിനെ കുറിച്ചിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടോ ഒന്നും ചിന്തയുണ്ടായില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമാണ് അവരെ അസ്വസ്ഥരാക്കിയെന്നാണ് പറഞ്ഞത്. യളുന്നൂന, ലൊന്നാന്ന് വെച്ചാൽ വിചാരിച്ചു, ഊഹിച്ചു എന്നൊക്കെയാണ്. ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ച് അവർ വിചാരിച്ചു. ഗൈറൽ ഹഖ്, ന്യായമല്ലാത്ത പലതും അവർ വിചാരിച്ചു അവരുടെ മനസ്സിൽ. ലൊന്നൽ ജാഹിലിയ എന്ന് വെച്ചാൽ അറിവില്ലാത്ത കാലത്തുണ്ടായിരുന്ന ഒരു വിചാരം പോലെ അവർ അള്ളാഹുവിനെ കുറിച്ചിട്ട് വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വിചാരിച്ചു. വേണ്ടാത്ത വിചാരം വിചാരിച്ചു എന്ന് പറയണത്
ഇവർക്കപ്പോൾ തോന്നാണ് യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും, മലക്കുകളെ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും കണ്ടില്ലല്ല. നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടാണ് യുദ്ധത്തിൽ വന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ട്. എന്നിട്ട് ഈ പറഞ്ഞതൊന്നും ഉണ്ടായില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പ്രവാചകൻ തന്നെ അല്ലേ ഇത്, ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തന്നെ അല്ലേ? ഇങ്ങേർക്ക് അവിടെ മക്കത്ത് തന്നെ നിന്നാൽ പോരായിരുന്നു, അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഇപ്പം ഈ മക്കാർ മുഴുവൻ ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്. അങ്ങനത്തെ ചിന്തകളൊക്കെയാണ് അവർക്ക് ഉണ്ടായത്. ഇനി പറയണത് അവരുടെ ഒരു വർത്താനാണ്. അവർ കുറച്ച് കാര്യങ്ങളെ പുറത്തേക്ക് പറയണുള്ളൂ. യഖൂലൂന, അവർ പറയുന്നു, ഹല്ലന, നമുക്കുണ്ടോ, മിനൽ അംരി മിൻ ഷൈഅ, വല്ല കാര്യത്തിൽ നിന്നും നമുക്ക് വല്ലതുണ്ടോ, അതായത് ഞങ്ങൾക്ക് വല്ല കാര്യം തീരുമാനിക്കാനുള്ള വല്ല അധികാരം ഉണ്ടോ എന്നാണ് അവർ ചോദിക്കണേ. കുറേ പേര് പറഞ്ഞല്ലേ നമുക്ക് മദീനയിൽ തന്നെ നിന്നാൽ മതി, ഇവരങ്ങോട്ട് വരട്ടെ, എന്നിട്ട് മദീനയിൽ വെച്ചിട്ട് യുദ്ധം നടത്താമെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചെറുപ്പക്കാര്, ബദറിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ചെറുപ്പക്കാർക്ക് ആവേശം കൂടുതലുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അല്ലേ, ഉഹുദിലോട്ട് യുദ്ധത്തിന് വേണ്ടി വന്നപ്പോൾ ഇവർ പറയണം, അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ് ആ മദീനത്ത് തന്നെ നിന്നാൽ മതിയായിരുന്നു, അങ്ങനെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ആപത്തൊന്നും വരൂലായിരുന്നു അല്ലെ. ഏതൊരു പരാജയം സംഭവിക്കുമ്പോഴും ഇങ്ങനെ പല ആൾക്കാരും പറയല്ലേ, ഞാൻ അന്നേ പറഞ്ഞാലേ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ. അതാണ് അവർ പറയണത്. ഞങ്ങൾക്ക് വല്ല കാര്യം തീരുമാനിക്കാൻ വല്ല അധികാരം ഉണ്ടോ, ഞങ്ങൾ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കണത്. അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കുൽ, പറയുക, ഇന്നൽ അംറ കുല്ലുഹു ലില്ലാഹ്, കാര്യങ്ങളെല്ലാം തീരുമാനിക്കണത് അള്ളാഹു ആണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടന്നത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. യുഖ്ഫൂന, അവർ മറച്ചു വെക്കുന്നു, ഫീ അംഫുസിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളതിനെ, മാലായുബുദൂന ലക്, അവര് വെളിവാക്കുന്നതല്ലാണ്ട്. അപ്പൊ ഇത്രയും മാത്രമേ ഇവർ പുറത്തേക്ക് പറയണുള്ളൂ. ഞങ്ങൾക്ക് കാര്യം വല്ലതും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് വല്ല അധികാരം ഉണ്ടോ എന്നൊക്കെ ഇവർ പറയണുള്ളൂ. പക്ഷെ ഇവരുടെ ഉള്ളിൽ ഇതൊന്നല്ലായിരുന്നു. ഇത് പ്രവാചകൻ തന്നെ അല്ലേ, അള്ളാഹു എന്തേ സഹായിക്കാന്നിട്ട് സഹായിക്കാഞ്ഞത്, ഇത് സത്യം തന്നെ അല്ലേ ദീന് എന്നൊക്കെയാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായ ചിന്ത. അപ്പൊ അള്ളാഹു പറഞ്ഞു തരാണ്, ഇവർ പുറത്തേക്ക് പറയണതൊന്നല്ല, ഇവരുടെ ഉള്ളിൽ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യഖൂലൂന, അവർ പറയുന്നു, ലൗ കാന ലന, ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, മിനൽ അംരി ഷൈഉൻ, കാര്യം തീരുമാനിക്കാൻ നമ്മൾക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, മാ ഖുതിൽനാ ഹാഹുന, ഇതുപോലെ നമ്മൾ ഇവിടെ കൊല്ലപ്പെടുകയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വിഭാഗം ആളുകൾ പറയണ, ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആ മദീനത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ ഇതുപോലെ ആൾക്കാർ കൊല്ലപ്പെടുകയൊന്നും ഉണ്ടാവൂലായിരുന്നു, ഞങ്ങൾക്ക് പക്ഷെ അധികാരമൊന്നും ഇല്ലല്ലോ എന്നാണ് അവർ പറയണത്. അപ്പൊ അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിലിരുന്നാലും അള്ളാഹു നിങ്ങൾക്ക് കൊല്ലപ്പെടണമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ഇതൊരു സത്യവിശ്വാസി എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണല്ലേ. നമ്മൾ ഒരിക്കലും പറഞ്ഞു പോകരുത്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ വരൂലായിരുന്നു, അങ്ങനെ ഒരു ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു വർത്താനം ഒരു സത്യവിശ്വാസിയുടെ അടുത്തുനിന്ന് വരാൻ പാടില്ല എന്ന്, അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇതെല്ലാം അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. നമുക്ക് അന്ന് ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെയാണെങ്കിലും നമ്മൾ അനുഭവിച്ച് തന്നെ തീരുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരണ ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്, അള്ളാഹു അത് നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. ആ ഒരു ഉറപ്പ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ അള്ളാഹു ഇവിടെ പറയാണ്, കുൽ, പറയുക, ലൗ കുന്തും, നിങ്ങളായിരുന്നെങ്കിൽ, ഫീ ബുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിലായിരുന്നെങ്കിൽ, ബറസ എന്ന് വെച്ചാൽ പുറത്തേക്ക് വരുമെന്ന്. അപ്പൊ ഇല്ല എന്ന് വെച്ചാൽ അവിടെ ഉറപ്പിക്കാണ്, നിങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അല്ലദീന കുത്തിബ അലൈക്കുമുൽ ഖത്ലു, അല്ലദീന, യാതൊരു കൂട്ടർക്ക്, കുത്തിബ എന്ന് വെച്ചാൽ എന്താണ്, നിയമമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, അൽ ഖത്ൽ, കൊല, നിങ്ങളിൽ ഒരാളുടെ മേൽ കൊലപാതകം അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടണമെന്ന് അള്ളാഹു തീർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നിയമമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീടുകളുടെ അകത്തിരിക്കുകയാണെങ്കിലും നിങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഇലാ മലാജിഹിം എന്ന് വെച്ചാൽ, മൽജ എന്ന് വെച്ചാൽ കിടപ്പുസ്ഥാനം എന്നാണ്. നിങ്ങൾ വീട്ടിൽ കിടക്കണ സ്ഥലത്ത് നിന്നാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് മരണം അല്ലെങ്കിൽ കൊലപാതകം കൊല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയണത്. അപ്പം നിങ്ങൾ ഈ പറയണമൊന്നുമല്ല ശരി, ഞങ്ങൾ പറഞ്ഞ പോലെ മദീനത്ത് നിൽക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും വരൂലായിരുന്നു എന്നൊന്നും പറയണതല്ല ശരി. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി പറയണത്, ഇനി എന്തിനാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ വെച്ചത്, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ കുറിച്ച് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസിയാണ് അല്ലെങ്കിൽ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കാൻ മടിയുണ്ട്? എല്ലാവരും വിശ്വാസികളാവും അല്ലേ. നമ്മൾ വിശ്വാസികളായി അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് ഇവിടെ നടക്കുകയാണ്, എല്ലാം വിചാരിച്ച പോലെ വളരെ സമാധാനപൂർവ്വം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ
ആരെങ്കിലും വിശ്വസിക്കാൻ മടിയുണ്ടാവോ? പക്ഷെ അള്ളാഹ്ക്ക് അറിയണം ആരാണ് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആരാധിക്കണമെന്ന്. അപ്പം നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വെക്കും അല്ലേ? നമ്മളുടെ ജീവിതത്തിലല്ലേ നമുക്ക് മനസ്സിലാവും അല്ലേ? അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുന്നവരോർക്കാണ് കൂടുതൽ പരീക്ഷണങ്ങൾ അള്ളാഹു വെക്കണത്. അവരെത്രത്തോളം അതിൽ പിടിച്ചു നിൽക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണത്. അപ്പം അതുതന്നെയാണ് അള്ളാഹുവിടെ പറയണത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെക്കുറിച്ച് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയും പിന്നെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനല്ലേ. ഇപ്പം മനുഷ്യന്മാരാണ്, പലതരത്തിലുള്ള ചിന്താഗതികളൊക്കെ വരും അല്ലേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളിലോട്ടൊക്കെ പോവാം. അപ്പം അതിനെയൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വെച്ചിട്ടുള്ളത് എന്നാണ് പറയണത്. പിന്നെ ഇബ്തല എന്ന് വെച്ചാൽ പരീക്ഷിക്കുക എന്നാണ്. അപ്പം വലിയ ഇബ്തലിയ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മാഫി സുദൂരിക്കും, സ്വദർ ഹൃദയം അല്ലെ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെക്കുറിച്ച് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വലിയ മഹസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരിക്കുവാനും. മാഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നു പോയിട്ടുള്ള എന്തെങ്കിലും വിചാരങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളെയൊക്കെ അള്ളാഹു ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു അറിയുന്നവനാണ്, അലീമാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ബിദാത്തി സുദൂർ എവിടെയാണ്? നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ കാര്യവും അള്ളാഹു അറിയുന്നവനാണ് എന്നാണ് ഈ ആയത്തിൽ പറയണത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് സംഘങ്ങൾ കൂട്ടിമുട്ടിയ ദിവസം, അതായത് ആ യുദ്ധത്തിൻ്റെ ദിവസം കുറച്ച് ആളുകൾ തിരിഞ്ഞുപോയി നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് നമ്മൾ യുദ്ധത്തിന് വരുമ്പോൾ ഒരു കൂട്ടം കപടവിശ്വാസികൾ തിരിഞ്ഞുപോയി, മുനാഫിക്കുകൾ അല്ലേ? മറ്റേ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂലിൻ്റെ കൂടെ തിരിച്ചുപോയി. അതല്ല പറയണത്. അത് കഴിഞ്ഞിട്ട് യുദ്ധത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വിജയിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ ഗനീമത്ത് ശേഖരിക്കാൻ ഈ മലമുകളിൽ നിന്നും അമ്പെയ്ത്തുകാർ താഴെ വന്ന സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ കുതിരപ്പട വന്ന് ആക്രമിച്ചു അല്ലേ? ആ സമയത്താണ് ഇവർ ആകെ പരിഭ്രാന്തരായി ഓടിപ്പോയത്. ആ ഓടിപ്പോയ കൂട്ടത്തിൽ പ്രമുഖരായ സ്വഹാബിമാരും ഉണ്ടായിരുന്നു. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉറച്ചു നിന്നിരുന്നു. അങ്ങനെ ഒരു 14 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉറച്ചു നിന്ന ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി. നമ്മൾ പറഞ്ഞു മലയുടെ മുകളിലോട്ട് ഓടിപ്പോയ സംഭവമൊക്കെ അള്ളാഹു ഓർമ്മിപ്പിച്ചല്ലേ? ആ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. അവരൊരിക്കലും സത്യവിശ്വാസികളല്ലാണ്ടൊന്നും അല്ല അവർ ഓടിപ്പോയത്. പിശാചിൻ്റെ പ്രേരണ നിമിത്തം അവരിലുണ്ടായ എന്തോ ഒരു ചെറിയ തെറ്റ് കാരണം അങ്ങനെ സംഭവിച്ചു പോയതാണ്. അള്ളാഹു അവർക്ക് മാപ്പ് നൽകി എന്നാണ് പറയണത്. ആയത്ത് നമുക്ക് നോക്കാം. ഇന്നല്ലദീന തവല്ലൗ മിൻകും യൗമൽ തഖൽ ജംആനി ഇന്നമസ്തസല്ലഹുമശ് ശൈത്വാൻ إنما استزلهما الشيطان ببعض ما كسبوا ولقد عفى الله عنهم إن الله غفور حليم. ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ, തവല്ലൗ, വല്ലാന്ന് വെച്ചാൽ തിരിഞ്ഞുപോയി, തവല്ല അവർ തിരിഞ്ഞുപോയ ആളുകൾ, ഒരു കൂട്ടം ആളുകൾ തിരിഞ്ഞുപോയി, മിൻകും നിങ്ങളിൽ നിന്നും, യൗമൽ തഖൽ ജംആനി, യൗമാന്ന് വെച്ചാൽ ദിവസം, ഇൽതഖ കണ്ടുമുട്ടി, ജംആനി എന്ന് വെച്ചാൽ രണ്ട് സംഘങ്ങൾ, ജമാ എന്ന് വെച്ചാൽ ഒരു സംഘം അല്ലെങ്കിൽ കുറേ ആളുകൾ, നമ്മൾ ജമാഅത്ത് എന്നൊക്കെ പറയണത്. അപ്പം ജംആനി വന്നപ്പോൾ രണ്ട് സംഘങ്ങൾ, അപ്പം നിങ്ങളിൽ നിന്നുള്ള രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയ ദിവസം, അതായത് യുദ്ധം നടന്ന ദിവസം. ഇന്നമാന്ന് വെച്ചാൽ മാത്രം എന്നാണ്. ഇന്നമസ്തസല്ല, സല്ല എന്ന് വെച്ചാൽ വഴുതി അല്ലെങ്കിൽ തെറ്റി എന്നൊക്കെയാണ് അർത്ഥം. അസല്ല വഴുതിപ്പിച്ചു അല്ലെങ്കിൽ വ്യതിചലിപ്പിച്ചു. ആരാണ്? അശ്ശൈത്വാനു, പിശാജ്. ബിബഅളി മാ കസബു, ബഅള് എന്ന് വെച്ചാൽ ചിലത്, മാ യാതൊന്ന്, കസബു സമ്പാദിക്കുക. അതായത് അവർ സമ്പാദിച്ച ചില കാരണങ്ങൾ കൂടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ അല്ലെങ്കിൽ അവരിൽ നിന്ന് വന്നു പോയ ചില കാരണങ്ങൾ കാരണം പിശാജ് അവരെ വഴിതെറ്റിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അന്നത്തെ ദിവസം. വലഖദ് തീർച്ചയായും അഫല്ലാഹ്, അഫാന്ന് വെച്ചാൽ പുറത്തു, അള്ളാഹു തീർച്ചയായും അവർക്ക് മാപ്പ് നൽകി, അൻഹും അവർക്ക്. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ഗഫൂറുൻ ഹലീം ഏറെ പൊറുക്കുന്നവനാണ്, സഹനശീലനാണ്. അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരിക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് വലിയ അടുപ്പൊന്നും കാണിക്കാറുണ്ടായിരുന്നില്ല. വലീദ് ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് വലിയ അടുപ്പൊന്നും കാണിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കൃത്യമായ മറുപടി പറഞ്ഞില്ല. പക്ഷെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ബദറിൽ പങ്കെടുത്ത ആളാണ്, പിന്നെ ബദറിൽ നിന്ന് മാറി നിന്നിട്ടൊന്നുമില്ല.
ഉഹദ് യുദ്ധത്തിൽ ഞാൻ തിരിഞ്ഞു പോയിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് വലിയ അടുപ്പം കാണിക്കാത്തത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ ഈ വിവരം ഈ വലീദ് ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയില്ല. ബദറില് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഭാര്യയായ റുഖിയ റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖം കൂടുതലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയാണ് അല്ലെ റുഖിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ അസുഖം കൂടുതലായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ആ സമയത്ത് തന്നെ ഈ റുഖിയ റളിയല്ലാഹു അൻഹ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഉഹുദില് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഞാൻ തിരിഞ്ഞു ഓടിയിട്ടുണ്ട്, പക്ഷേ അള്ളാഹു ഞങ്ങൾക്കത് പുറത്തു തന്നിട്ടുമുണ്ട്. അള്ളാഹു പുറത്തു തന്നൊരു കാര്യം ഇനിയും പറയുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതാണ് പറഞ്ഞത്. അപ്പൊ ഈ എത്രയോ ഇസ്ലാമിന് വേണ്ടി എത്രയോ പ്രവർത്തിച്ച ആളുകളാണല്ലേ, ധീരമായി പ്രവർത്തിച്ച ആളുകളാണ്. പക്ഷെ അവർക്ക് ഒരു സമയത്ത് എന്തോ ഒരു പെട്ടെന്നൊരു മനുഷ്യന്മാരല്ലേ തെറ്റുകൾ പറ്റിപ്പോവും അല്ലേ. അപ്പൊ അള്ളാഹു പറയാണ് അവർക്ക് ആ സമയത്ത് ഈ യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടുക എന്നുള്ളത് വൻപാപത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ അത് ആ പിശാചിന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ്. ആ പിശാചിന് അവരുടെ ഇടയിൽ ഇടപെടാൻ ഉണ്ടായ കാരണം എന്താണ്? അവരിലുണ്ടായ ചെറിയ പാകപ്പിഴകൾ കാരണമാണ് പിശാചിന് അവരിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചത് എന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ എന്നാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളെ പോലെ ആവാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അവിശ്വാസികളായ ആളുകൾ പറയും അവരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോയി കൊല്ലപ്പെടുകയൊക്കെ ചെയ്താൽ അവർ പറയും അവരവിടെ പോയത് കൊണ്ടാണ് അവർക്ക് ആ മരണം വന്നത്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ മരിക്കൂലായിരുന്നു എന്ന് പറയണത് ആരാണ്? അവിശ്വാസികളാണ്. അതുപോലെ നിങ്ങൾ പറയരുത് എന്നാണ് അള്ളാഹു പറയണത്. അപ്പം സത്യവിശ്വാസികളായ ആളുകൾക്കുള്ളൊരു ഉപദേശമാണ്, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മൾ പറയാൻ പാടില്ല ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ വരൂലായിരുന്നു, അല്ലെങ്കിൽ അയാൾ ഇവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ അയാൾ മരണപ്പെടുകയില്ലായിരുന്നു എന്നൊന്നും പറയാൻ പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവണത്? അവർക്ക് ജീവിതകാലം മുഴുവൻ അതൊരു വിഷമായിരിക്കും. അയ്യോ നമ്മൾ അയാളെ വിട്ടുകൊണ്ടാണ് അയാൾക്ക് ഇന്നത് പറ്റിയത്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിയത് എന്നൊരു വിഷമം എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. അതെപ്പോഴും എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള ഒരു തീരുമാനമാണ് എന്നാണ് ഒരു സത്യവിശ്വാസിയായ ഒരാൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പൊ യാ യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ലാ തക്കൂനു നിങ്ങളാകരുത്, ഏതുപോലെ കല്ലദീന കഫറു അവിശ്വസിച്ച ആളുകളെ പോലെ ആവരുത്, വഖാലു അവർ പറയും, ലി ഇഖ്വാനിഹിം അവരുടെ സഹോദരങ്ങളെ കുറിച്ച് അവർ പറയും, ഇതാ ലൊറബു ഫിൽ അർളി, ലൊറബ എന്ന് വെച്ചാല് അടിച്ചു, സഞ്ചരിച്ചു എന്നൊക്കെ ഒരുപാട് അർത്ഥമുള്ള വാക്കാണ്. ഇവിടെ സഞ്ചരിച്ചു, അവർ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാനു അവർ ആയിരുന്നു, ഗുസൻ പടയെടുക്കുന്നവരായിരുന്ന സമയത്താണെങ്കിലും, ലൗ ക്യാനു അല്ലെങ്കിൽ അവരായിരുന്നു, ഇന്ധന നമ്മുടെ അടുക്കൽ, മാത്തു മാന്ന് ചെയ്യില്ല, മാത്ത മരണപ്പെടുക, അപ്പൊ അവര് മരണപ്പെടുകയില്ലായിരുന്നു, വമാ ഖുത്തിലു അല്ലെങ്കിൽ അവര് കൊല്ലപ്പെടുകയില്ലായിരുന്നു, ലിയജ് അൽ അള്ളാഹു ജഅലാന്ന് വെച്ചാൽ ആക്കി, അള്ളാഹു അവർക്ക് ആക്കുവാൻ വേണ്ടി, ദാലിക അത് ഹസ്രത്ത് എന്ന് വെച്ചാൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദുഃഖമാക്കുവാൻ വേണ്ടി, ഒരു ഖേദമാക്കാൻ വേണ്ടിയിട്ടാണ് അവരീ പറയണത്. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ. ഇവരിങ്ങനെ പറഞ്ഞോണ്ട് എന്താണ് അവരെ മനസ്സിലുണ്ടാക്കണം? അള്ളാഹു അവരെ മനസ്സിലൊരു ഖേദം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ പറയണ കാരണം. അവര് ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ മരിക്കൂലായിരുന്നു എന്ന് പറയണത് അവരുടെ മനസ്സിലൊരു വിഷമം അള്ളാഹു ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞതിലൂടെ. അള്ളാഹു യുഹീ അള്ളാഹു ജീവിപ്പിക്കുന്നു, വയുമീത് മരണപ്പെടുത്തുകയും ചെയ്യുന്നു, വല്ലാഹു ബിമാ തഅമലൂന ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കണ്ടറിയുന്നവനാകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, നിങ്ങൾ കൊല്ലപ്പെട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ടിരിക്കെ സ്വാഭാവികമായ മരണം സംഭവിച്ചാലും അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കും. അതാണ് ബാക്കി എന്തൊക്കെ തന്നെ നിങ്ങൾ ഇവിടെ ശേഖരിച്ചു വെക്കുന്നതിനേക്കാളും, ഈ ലോകത്ത് എന്തൊക്കെ തന്നെ നിങ്ങൾ ശേഖരിക്കുന്നതിനേക്കാട്ടും ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുന്നതാണ് എന്നാണ് അടുത്ത ആയത്ത് പറയണത്. വല ഇൻ എങ്കിൽ, ഖുതിൽതും നിങ്ങൾ കൊല്ലപ്പെട്ടുവെങ്കിൽ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ മുത്തും നിങ്ങൾ മരണപ്പെട്ടു, അതായത് സ്വാഭാവികമായ മരണപ്പെടൽ ഉണ്ടായി,
അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? ലമഗ്ഫിറത്തുൻ, തീർച്ചയായും പാപമോചനമുണ്ട് നിങ്ങൾക്ക്. അള്ളാഹുവിൽ നിന്നും, വറഹ്മത്തുൻ, റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട് അള്ളാഹുവിൽ നിന്നും. ഖൈറുൻ, അത് നിങ്ങൾക്ക് ഉത്തമമാണ്. മിമ്മാ യജ്മഊൻ, അവർ ശേഖരിച്ചു വെക്കുന്നതിനേക്കാൾ. അതായത് ഒരാൾ എന്തൊക്കെ തന്നെ ഈ ലോകത്ത് ശേഖരിച്ചു വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാകുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കൊല്ലപ്പെടലോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെടുക. അപ്പൊ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ എന്താണ്? യുദ്ധത്തിൽ ശത്രുക്കളുടെ കൈകൊണ്ട് കൊല്ലപ്പെടലാണ് അതല്ലേ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെടുക എന്താണ്? അതായത് നമ്മൾക്കിപ്പോ വിചാരിക്കണ പോലെ ഒന്നും നമ്മളെ മരണം നടക്കൂല അല്ലെ. ഒരുപാട് സ്വഹാബിമാര് എന്താണ് ആഗ്രഹിച്ചിരുന്നത്? യുദ്ധത്തിൽ മരണപ്പെടണം, ഷഹീദാവണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അള്ളാഹു എല്ലാവർക്കും ആ ഭാഗ്യം നൽകിയിട്ടില്ല അല്ലെ. അപ്പൊ ചിലവര് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഈ ഉഹദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി ധീരമായി പോരാടിയ ഒരു സ്വഹാബിയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽക്കാത്തൊരു ഭാഗം പോലും ഇല്ല. അത്രയ്ക്കും മുറിവേറ്റിട്ടും അദ്ദേഹം സ്വാഭാവികമായ മരണമാണ് ഉണ്ടായത്. അപ്പൊ അള്ളാഹു നിശ്ചയിച്ചത് അദ്ദേഹത്തിന് അങ്ങനെയാണ്. അപ്പൊ ഇനി ഷഹീദായില്ല, സ്വാഭാവിക മരണമാണെങ്കിൽ കൂടിയിട്ടും അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പരിക്കേറ്റിട്ടാണ് സ്വാഭാവികമായി അദ്ദേഹം മരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ മരിച്ചാലും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും കാരുണ്യവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇനി ഇവിടെ എന്തൊക്കെ തന്നെ ശേഖരിച്ചു വെച്ചാലും അതിനേലൊക്കെ ഏറ്റവും ഉത്തമം അതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമൊക്കെ ഉണ്ടായി, നിങ്ങൾ പേടിച്ചു 4 ഭാഗത്തൊക്കെ ഓടിപ്പോയി. അതിനുശേഷം അള്ളാഹു നിങ്ങൾക്ക് ഒരു ഉറക്കത്തെ ഇട്ടു തന്നു, ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ഇട്ടു തന്നു. അത് നിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഏറ്റവും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു അവരുടെ വിഷമവും ഭയവും ഒക്കെ നീക്കി അവർക്കൊരു ഉറക്കം യുദ്ധത്തിൽ ഇട്ടുകൊടുത്തു എന്നാണ് പറയണത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഓടിപ്പോയപ്പോ കൂടെ നിന്ന ആളാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ഉഹദിൽ ഞങ്ങളുടെ അണിയിൽ നിൽക്കാതെ യുദ്ധത്തിന് വേണ്ടി അണിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ട് ഞങ്ങളിൽ നിന്നും വാള് ഇടക്കിടക്ക് താഴെ വീഴാറുണ്ടായിരുന്നു എന്ന്. ഈ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുക അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണിത്. അങ്ങനെ വിഷമിച്ച് നിൽക്കണ ആ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും വാള് വീഴുകയും ഞാനത് കയ്യിലെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവിധം ആളുകൾക്കൊക്കെ എന്തായിരുന്നു, ഉറക്കം കൊണ്ട് തല പരിചയുടെ താഴേക്ക് ചാരി വെച്ചിട്ടാണ് നിന്നിരുന്നതെന്ന്. അപ്പൊ അള്ളാഹു അവർക്ക് ഒരു ഉറക്കം ഇട്ടുകൊടുത്തു എന്നാണ് അള്ളാഹു പറയണത്. മറ്റൊരു വിഭാഗത്തിനോ കുറച്ച് കാപട്യൊക്കെ ഉള്ളിലുള്ള, അതായത് വിശ്വാസം അധികം ഉറയ്ക്കാത്ത ആളുകൾക്ക് എന്തുണ്ടായിരുന്നു? അവരുടെ മനസ്സിൽ ഫുൾ അസ്വസ്ഥതയായിരുന്നു. കാരണം നമുക്ക് പറ്റിയ മുറിവുകളും ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങളും ഒക്കെ ആയിരുന്നു അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നിട്ട് അവര് വേണ്ടാത്ത വിചാരങ്ങളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു. എന്താണ് ഇത്? അള്ളാഹു ശരിയല്ലേ? അള്ളാഹു ഉണ്ടാ? ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇദ്ദേഹം ഇതൊക്കെ സഹായിക്കും, അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിക്കുന്നു പറഞ്ഞിട്ട് ഇതൊന്നും കണ്ടില്ലല്ല. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന് മുറിവുകൾ പറ്റിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുറിവുകൾ പറ്റി, എന്താണ്, തലയിൽ നിന്ന് പൊട്ടി ചോര ഒലിക്കുണ്ടായിരുന്നു, പല്ല് പോയി അല്ലെ, കവിളില് പടയങ്കിയുടെ ആണി കുത്തിത്തറച്ചു, അതൊക്കെ ഉണ്ടായി. ഇപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഇതൊക്കെ അവരെ മനസ്സിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊന്നും അവർ പുറത്തേക്ക് പറയണില്ല. പുറത്തേക്ക് പറഞ്ഞ എന്താണ്? അങ്ങനെ ഞങ്ങൾക്ക് ഈ വല്ല കാര്യം, ഈ യുദ്ധത്തിനെ കുറിച്ച് വല്ല കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾക്ക് വല്ല അധികാരം ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരൂലായിരുന്നു. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാണ് മദീനത്ത് നിന്നാ മതിയെന്ന്. എന്നിട്ട് അത് കേൾക്കാണ്ടല്ലേ ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് എന്നാണ് അവര് പുറത്തേക്ക് പറയണത്. അപ്പൊ അള്ളാഹു അതെല്ലാവർക്കും അറിയിച്ചു കൊടുക്കാണ്. അവര് പുറമേക്ക് കുറച്ച് കാര്യങ്ങളെ പറയണുള്ളൂ, പക്ഷെ അവരുടെ ഉള്ളിൽ വേണ്ടാത്ത വിചാരങ്ങള്, ലൊന്നൽ ജാഹിലിയ എന്ന് വെച്ചാൽ ഒരു മുസ്ലിമിന് പാടില്ലാത്ത വിചാരങ്ങള്, ചേരാത്ത വിചാരങ്ങൾ അവരുടെ മനസ്സിലുണ്ടായി എന്നാണ് പറയണത്. അപ്പൊ അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് മരണം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരുന്നാലും നിങ്ങളുടെ കിടപ്പ് സ്ഥാനത്തായിരുന്നാലും നിങ്ങൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യുമായിരുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം തന്നെയാണ് നടന്നത് എന്ന് അള്ളാഹു പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ വെച്ചത് എന്ന് പറഞ്ഞു. അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇതിൽ നിന്നും ഒരു വിഭാഗം സത്യവിശ്വാസികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പിശാചിന്റെ പ്രേരണ കൊണ്ട് തിരിഞ്ഞോടുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അള്ളാഹു പറയാണ്, അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു. ഇപ്പൊ നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞല്ലേ,
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം എന്താ പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖമായിരുന്നത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് യുദ്ധത്തിന് വരാതിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളുടെ പേരെണ്ണണ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരെണ്ണാറുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഗനീമത്ത് സ്വത്തുകൾ ഭാഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, അദ്ദേഹത്തിനെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ പറഞ്ഞ ഒരു ആരോപണം എന്തായിരുന്നു? ഉഹുദിൽ നിന്നും തിരിഞ്ഞോടിയെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്, പിന്നെ അതിനെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ലേ. പിന്നെ ഇനി അള്ളാഹു പറയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അവിശ്വാസികൾ പറയണ പോലെ നിങ്ങൾ പറയരുത്. വിശ്വാസം ശരിക്കും ഉറക്കാത്ത ആൾക്കാർ എന്തെന്നാ പറഞ്ഞത്? അവരുടെ സഹോദരങ്ങളെ കുറിച്ചിട്ട്, അവരിവിടെ യുദ്ധം ചെയ്യാണ്ട് ഇവിടെ ഇരുന്നുണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ കൊല്ലപ്പെടുകയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവൂലായിരുന്നാന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതുപോലെ നിങ്ങൾ പറയരുത്. അപ്പൊ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടാവുമ്പോഴും നമ്മൾ പറയരുത്, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ വരൂലായിരുന്നു അങ്ങനെ, അല്ലെങ്കിൽ വേറൊരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ പറയരുത് എന്നാണ് അള്ളാഹു പറയണത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് ഉണ്ടാക്കേണ്ടത്? അവരുടെ മനസ്സിലൊരു ഖേദം അള്ളാഹു ഇട്ട് തരാണ്. എന്നത്തേക്ക് എനിക്കത് കഷ്ടമായി പോയല്ല, ഞാനത് ചെയ്തുകൊണ്ടല്ലേ എന്നൊരു വിഷമം ഇട്ട് തരാണ് ചെയ്യേണ്ടത്. പക്ഷെ പകരം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഇത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചത് തന്നെയാണെന്നുള്ള ഉറച്ച ബോധ്യമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ അള്ളാഹു ആണ് ജീവിപ്പിക്കുന്നതും മരണപ്പെടുത്തുന്നതും. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ കണ്ടറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞു. ഇനി പറഞ്ഞു, നിങ്ങൾ ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടാലും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാലും അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. ഈ ലോകത്ത് നിങ്ങൾ എന്തെല്ലാം സമ്പാദിക്കുന്നതിനെക്കാട്ടും ഏറ്റവും ഉത്തമം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണം സംഭവിക്കുകയോ ചെയ്യുന്നതാണ് എന്നാണ് അള്ളാഹു ഈ ഒരു പേജിൽ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.